السلام عليكم ورحمة الله. أتمنى لكم عيدا سعيدا تقبل الله منا ومنكم أعمال الصالحة. كل عام وأنتم بخير والعافية من العائدين والفائزين إن شاء الله. حياكم الله. അപ്പോൾ ഇന്ന് ഈ ഒരു പെരുന്നാൾ ദിവസം നമ്മൾ ഒരു സബ്സ്ക്രൈബറിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് ആ സബ്സ്ക്രൈബർ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ നേരെ നമ്മുടെ സ്പോട്ടിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിൽ നമ്മുടെ സബ്സ്ക്രൈബറെ കാണാൻ പോകുന്നത് ഞാനൊരു എക്സൈറ്റഡ് ആണ്. അയാളും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അയാളെന്ന് പറയുമ്പോൾ വലിയ പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരനാണ്. ഓക്കെ, സ്ഥിരം കാണുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ദിവസം അവന് മാത്രം പ്രത്യേകം കാണാൻ പോകുമ്പോഴേ പ്രത്യേകം ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന അറിയുമ്പോൾ ചിലപ്പോൾ ആളും എക്സൈറ്റഡ് ആവും. അപ്പോൾ ഏതായാലും നമുക്ക് പോവാം. ഇന്ന് ചൂട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ കാരണം വെയിലുണ്ട്. ഇപ്പോൾ ഇന്നലെ മുതൽ കുറച്ച് ചൂടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി വേർത്തൊലിക്കോ എന്നൊന്നും അറിയില്ല. ഏതായാലും നടക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. ഇൻഷാ അല്ലാഹ് വെയിലുണ്ടെങ്കിലും പക്ഷെ ചൂട് കുറവാണ്. അതായത് ആ തണുപ്പ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറിയിട്ടുമില്ല, എന്നാൽ നല്ല ഒരു ചൂടിലേക്ക് കടന്നിട്ടുമില്ല. ശരിക്കും റമദാൻ തുടങ്ങിയ സമയത്ത് നല്ല ചൂടുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ റമദാൻ അൽഹംദുലില്ലാ പിന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. നല്ല തണുപ്പുമല്ല, എന്നാൽ നല്ല ചൂടുമല്ല. ചില ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ ഉച്ചക്ക് ചെറിയൊരു ചൂടുണ്ടെങ്കിൽ പോലും നമുക്കധികം ഒരു പ്രയാസവും നമുക്കത് ഉണ്ടായിരുന്നില്ല അൽഹംദുലില്ലാ. അപ്പോൾ ആ ഒരു നോമ്പ് മുഴുവൻ നല്ലൊരു കാലാവസ്ഥയിൽ തന്നെ നമുക്ക് പിന്നെ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് ദൂരം നേരെ ആണ് നമുക്ക് നടക്കാനുള്ളത്. ഞാൻ അധികം വേഗതയിലൊന്നും നടക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എല്ലാം അവധിയാണല്ലോ. അപ്പോൾ നമുക്ക് വളരെ റിലാക്സ് ചെയ്തിട്ട് തന്നെ നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ അവനോട് ഇനി എന്ത് പറയണം എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ കെട്ടിപ്പിടിക്കണോ അതോ ഇനി കൈ കൊടുത്താൽ മതിയോ? അപ്പോൾ ഏതായാലും പിന്നെ ആളുകളൊക്കെ വേറെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിലെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു മുഖം ഇവരൊക്കെ ഡെയിലി കാണുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു കോസ്റ്റ്യൂമിൽ ആദ്യമായിട്ടായിരിക്കും അവർ കാണുന്നത്. ഓക്കെ, ഏതായാലും ഒറ്റയ്ക്ക് പോകുമ്പോൾ പിന്നെ ആളുകൾ എന്തായാലും കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി അതിൽ അറബികളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അറബിയിൽ അവരൊന്ന് പെരുന്നാൾ ആശംസകളൊക്കെ ഒന്ന് പിന്നെ പറയാം. ഓക്കെ, പക്ഷെ അറബികളിപ്പോൾ കാണുമെന്നും അറിയില്ല. കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറബിയിലൊന്ന് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇവിടുത്തെ പുതിയൊരു റെസ്റ്റോറൻ്റ് ആണ് സൂമ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ ആളാണ് നമ്മുടെ സബ്സ്ക്രൈബർ. അപ്പോൾ നമുക്കിനി അകത്ത് പോയിട്ട് നമുക്ക് അവരോടൊന്ന് ഈദ് ആശംസകളൊക്കെ പറഞ്ഞ് ഒന്ന് സർപ്രൈസ് ആക്കാം. ഓക്കെ, കമാൻ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ്. ഒരാളല്ല, ഇവിടെ കുറച്ച് പേരുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇത് സൽമാൻ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ കണ്ടോ, ഓരോരുത്തരുണ്ട്. ഓരോരുത്തരുടെ പേര് ഞാൻ വേണ്ടി അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഓക്കെ, നിങ്ങളുടെ പേര്? നൗഫൽ. ഖലീൽ. ഓക്കെ, അപ്പോൾ ചെറിയ തിരക്ക് കൂടി വരുന്നുണ്ട്. അങ്ങനെ ഞാൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അപ്പോൾ മീറ്റ് ദ സബ്സ്ക്രൈബർ എന്നൊരു രീതിയിലേക്ക് വന്നതാണ്, എൻ്റെ സബ്സ്ക്രൈബറിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക, അതിനുവേണ്ടി വന്നതാണ്. സൽമാൻ എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ അവന് നാണം കുറച്ച് കൂടി. അതാണ് കൈയ്യട്ടി നിൽക്കുന്നത്. ഞാനോട് പറഞ്ഞു, ഞാൻ കൈയഴിച്ച് നീ ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കും. കൈയഴിച്ച് എൻ്റെ കോൺഫിഡൻസ് പോവും എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവനങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഞങ്ങൾ സ്ഥിരം കാണുന്ന ആളുകളാണ്, പക്ഷേ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ ഇങ്ങനെ അവനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വരും എന്നൊന്നും അവൻ തീരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ എൻ്റെ ഒരു കോസ്റ്റ്യൂം കണ്ടപ്പോൾ അവനും പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് തന്നെ അവൻ അകത്ത് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഓക്കെ,
കാരണം ഇങ്ങനെയൊന്നും അവൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ സ്ഥിരം കുടിക്കുന്ന ഒരു സാധനമാണ് ഇവിടുത്തെ കറക് ചായ് നല്ല ടേസ്റ്റി സാധനമാണ്. യമനികളും പ്രത്യേകിച്ച് വന്ന് ഇവിടുന്ന് ഇതിനു വേണ്ടി അവർ ഈ ഡെലിവറി പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ പോകുമ്പോൾ ഇവിടെ കയറി കുടിക്കുന്നൊരു സാധനമാണ് കറക് ചായ്. അപ്പോൾ ഒരു സ്പെഷ്യൽ സാധനമാണ്. നിങ്ങൾ ഈ വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. അങ്ങനെ അവനായിട്ട് ഇങ്ങനെ സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. ഞാൻ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഞാൻ അവനോട് അറബിയിലാണ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പം പറയും അറബിയിൽ അങ്ങനെ ഒന്ന് ചോദിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആളൊരു നോർമൽ പേഴ്സണാണ്. അങ്ങനെ സൽമാനെ കണ്ടു, സൽമാനോട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഞാൻ ആ കറക് ചായയുമായി പുറത്തേക്ക് വന്നു. നമ്മുടെ സ്ഥിരം സ്പോട്ടിലേക്ക് വന്നിരിക്കാൻ പോവുകയാണ്. ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ കൊളീഗ്സുമായിട്ട് ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ റൂമിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബറെ കണ്ടു, സംസാരിച്ചു, വളരെ സന്തോഷം, അവന് സന്തോഷമായി. ഓക്കെ, അവന് തീരെ പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ വരും എന്നുള്ളതും ഇങ്ങനെ ഒരു വീഡിയോയിൽ അവനെ ഉൾപ്പെടുത്തും എന്നുള്ളതും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ ലേണിംഗ് ആണല്ലോ നമ്മളെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പെരുന്നാൾ ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ ഈദ്ഗാഹിലേക്ക് പോയി, അതേപോലെ തന്നെ പെരുന്നാൾ ആഘോഷിച്ചു, ഫോട്ടോ എടുത്തു, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് അറബിയിൽ എങ്ങനെ പറയാം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈദ്ഗാഹിലേക്ക് ഞങ്ങൾ പോയി എന്ന് പറയുമ്പോൾ ഈദ്ഗാഹ് എന്നുള്ളതിന് മുസല്ല എന്നാണ് അറബിയിൽ പറയാം, മുസല്ല. അപ്പോൾ ഞങ്ങൾ പോയി എന്നുള്ളതിന് റുഹ്ന എന്ന് പറയും, റുഹ്ന. അപ്പോൾ റുഹ്നൽ മുസല്ല എന്ന് പറയാം, റുഹ്നൽ മുസല്ല. ഇനി ഞാൻ പോയി എന്ന് മാത്രം പറയാനാണെന്നുണ്ടെങ്കിൽ അന റുഹ്തൽ മുസല്ല എന്ന് പറഞ്ഞാൽ മതി, അന റുഹ്തൽ മുസല്ല. അപ്പോൾ റുഹ്നൽ മുസല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈദ്ഗാഹിലേക്ക് പോയി. ഇനി അന റുഹ്തൽ മുസല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈദ്ഗാഹിലേക്ക് പോയി എന്നായി. ഓക്കെ, പിന്നെ ഞങ്ങളവിടെ നമസ്കരിച്ചു, ഖുതുബ കേട്ടു എന്നൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? നഹ്നു സ്വല്ലൈന വസമിഅനൽ ഖുതുബ എന്ന് പറയാം. നഹ്നു സ്വല്ലൈന ഞങ്ങൾ നമസ്കരിച്ചു, വസമിഅനൽ ഖുതുബ ഞങ്ങൾ പ്രസംഗം കേട്ടു. ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്നാണ്. അപ്പോൾ വസമിഅനൽ ഖുതുബ ഞങ്ങൾ പ്രസംഗം കേട്ടു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രവാസികളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുപ്പാണ്. ഓക്കെ, അപ്പോൾ അതിന് അഹ്ദ് സൂറ എന്ന് പറയും. അഹ്ദ് സൂറ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുക എന്നുള്ളതിന് അഹ്ദ് സൂറ. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്തു എന്ന് പറയാനായിട്ട് നമുക്കിങ്ങനെ പറയാം അഹ്ദ്ന സൂറ എന്ന് പറയാം. അഹ്ദ്ന സൂറ, അഹ്ദ്ന അസൂറ, ഞങ്ങൾ ഫോട്ടോ എടുത്തു എന്ന് പറയാൻ. അപ്പോൾ മൊത്തത്തിൽ പെരുന്നാൾ ആഘോഷിച്ചു എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അതിന് ഈദ് എന്നുള്ളതാണ് പെരുന്നാൾ എന്നുള്ളതിന് പറയാം. അപ്പോൾ ഞങ്ങൾ ആഘോഷിച്ചു എന്നുള്ളതിന് അയ്യദിന എന്ന് പറയാം. എന്താണ് അയ്യദിന? അപ്പം അയ്യദിന ദല്യവും അല്ല ഈദ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു. എങ്ങനെയാണ്? അയ്യദിന ദല്യവും, ഹാദല്യവും എന്നുള്ളതാണ് ദല്യവും എന്ന് പറയാം. അപ്പം അയ്യദിന ദല്യവും അല്ല ഈദ്, ഇന്ന് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കോണ്ടന്റ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഈദ്ഗാഹിൽ പോയി, അതുപോലെ ഫോട്ടോ എടുത്തു, നമസ്കരിച്ചു, പിന്നെ ഖുതുബ കേട്ടു, അതുപോലെ പെരുന്നാൾ ആഘോഷിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ആ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.